ഈ ഓണത്തിന് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ തന്നെ വെറും 2 സ്പൂൺ പച്ചരി മാത്രം മതി. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ആർക്കും ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വാരി വെള്ളമൊന്നും വാർത്തെടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരിയാണ്. ഇതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് പച്ചരിയൊന്നും മേടിക്കണ്ട. ഇതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി അരി ആയാലും മതി കേട്ടോ. ഇനി ഒരു നല്ല കട്ടിയുള്ളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുക്കർ എപ്പോഴും നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകിയതിന് ശേഷം എണ്ണമഴയും മെഴുക്കും ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുപ്പത്ത് വെക്കുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായി ഒന്നുരുകി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പച്ചരി ഇതുപോലെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ ഇങ്ങനെ തന്നെ വെക്കാം. കുറച്ച് കഴിയുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ ഉരുകി വരുന്നതായിട്ട് കാണാം. അപ്പോഴും നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. പഞ്ചസാര നന്നായിട്ട് ഉരുകി അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കളർ ഒന്നും കൂടി ചേഞ്ച് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 1.5 കവർ പാൽ, കപ്പല്ല കവർ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പാലാണ്. പാൽ ഒഴിക്കുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ കട്ടിയായിട്ട് വരും. അതൊന്നും സാരമില്ല, അത് ചൂട് കയറുന്ന സമയത്ത് ഉരുകിക്കോളും. ഇനി നമുക്ക് നല്ല ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 5 വിസിൽ അടുപ്പിച്ച് കഴിച്ചതിന് ശേഷം ആവിയെല്ലാം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചില കുക്കറിൽ വിസിലിൻ്റെ അളവ് കയറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ആ സമയത്ത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിസിലൊക്കെ വന്നു, ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കുക്കർ തുറക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല പിങ്ക് കളറിൽ ക്രീമി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇനി ഈ സമയത്ത് ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മൾ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തത്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഏലക്കയോ കശുവണ്ടി, മുന്തിരി, നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് ടൈമിൽ ഒരു ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് മിക്സ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പായസം എല്ലാവർക്കും ഇഷ്ടമാകും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഞാൻ ഒരുപാട് പായസങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഈ പായസത്തിന് എനിക്ക് ഒരുപാട് നല്ലൊരു ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഓണത്തിന് എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഒരു നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക്